രാവിലെ ക്ലാസ്സിൽ പോകാൻ അവൻ കഴിഞ്ഞപ്പോഴാണ് സ്റ്റാർട്ട് ആവണില്ല. അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ പോകാൻ പറ്റില്ല. ഒരുപാട് നേരം ഇരുന്ന് പണിയെടുത്തിട്ട് വണ്ടി സ്റ്റാർട്ടായി. വില്ലേജ് ഓഫീസ് വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അസമയം ഒരു വില്ലേജ് ഓഫീസ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ വില്ലേജ് ഓഫീസ്. ഇവിടെ പണി എടുക്കുന്നവർക്കും പണി കൊടുക്കാൻ വരുന്നവർക്കും പണി കിട്ടുന്ന ഒരു സാധനമാണ് തള്ള മുകളിലിരിക്കുന്നത്. ഈ ബിൽഡിംഗ് എപ്പോൾ വേണേലും ഇടിഞ്ഞു വീഴാന്നുള്ള രീതിയിലാണ്. ഇനി ഒരുപാടുണ്ട്, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മുടെ പണികൾ തീരുന്നില്ല. അത് നമ്മൾ നേരെ പോയത് കാർഷിക വിജ്ഞാന വിപണന കേന്ദ്രം, അതായത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലേക്കാണ്. ബൈക്കിനെ ഈ കണ്ടീഷനിൽ ഒരുപാട് ഓടിച്ചു കഴിഞ്ഞാൽ അവൻ എനിക്ക് നല്ല പണിയിരുന്നു. എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ പോയി അടുത്ത ഷോറൂമിലേക്ക് അവനെ കയറ്റി. കംപ്ലൈൻസ് എല്ലാം തീർത്ത് ജനറൽ സർവീസും എല്ലാം കഴിഞ്ഞ് ഇന്ന് വൈകുന്നേരത്തേക്ക് അവനെ കിട്ടുമെന്നാണ് പറഞ്ഞത്. സോ ഇനി നമ്മൾ നടക്കണം. ബസ് കയറി വീട്ടിൽ പോകണം. ബൈക്ക് വന്ന പിന്നെ ഞാൻ അധികം ബസ് കയറിയിട്ടില്ല. ഇതൊരു വിധപ്പെട്ട എല്ലാ ആളുകൾക്കും റിലേറ്റ് ആവുന്ന കേസാണ്. ഇരിക്കാൻ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ബസ് കയറണമെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. നൊസ്റ്റാൾജിയ. ഷോറൂമിലെ ബില്ല് കണ്ടപ്പോൾ എന്റെ കണ്ണും തള്ളിയെങ്കിലും ഷോറൂമിൽ ഇത്രയൊക്കെ ആവാറുണ്ട് കേട്ടോ. അതിൽ തന്നെ GST ആണ് മെയിൻ പണ്ടാരം. അങ്ങനെ ചെക്കൻ ഓക്കെ ആയി. വീട്ടിൽ ചെന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ജിമ്മിൽ പോയ ഒരു മോട്ടിവേഷൻ തോന്നി. പെട്ടെന്ന് ജിമ്മിലേക്ക് വിട്ടു. പിന്നെ ഇന്ന് മുതൽ ഡെയിലി ഉള്ള ചെലവുകളൊക്കെ എഴുതി വെക്കാൻ തുടങ്ങുകയാണ്. മണി മാനേജ്മെന്റും സെറ്റ് ആക്കണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ.